പൂന്താനത്തെ രക്ഷിക്കാൻ മങ്ങാട്ടച്ചനായി വന്ന ഗുരുവായൂരപ്പന്റെ കഥ അറിയാമോ? പൂന്താനം ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ മകനെ നഷ്ടപ്പെട്ട അദ്ദേഹം ഗുരുവായൂരപ്പനെ തന്റെ ഉണ്ണിയായി കണ്ടുകൊണ്ട് അദ്ദേഹം തുടർന്നുള്ള തന്റെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ പൂന്താനം തിരുമേനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായി പുറപ്പെട്ടു. പ്രായാധിക്യം കാരണം നടക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഒരു കാട്ടിൽ എത്തി. ആ സമയം കുറച്ച് കൊള്ളക്കാർ പൂന്താനം തിരുമേനിയെ വളഞ്ഞു. ഭയന്ന് പൂന്താനം പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നും ഇല്ല, ഭഗവാന് കൊടുക്കുവാനായി കുറച്ച് കാണിക്ക പണമുണ്ട്. പിന്നെ മുഷിഞ്ഞ കുറച്ച് വസ്ത്രങ്ങൾ ഉണ്ട്, അല്ലാതെ എന്റെ കയ്യിൽ ഒന്നും ഇല്ല. സംശയം മൂലം കൊള്ളക്കാരിൽ ഒരാൾ ആ ഭാണ്ഡം പരിശോധിച്ചു നോക്കി. എന്നിട്ടും അവർ പൂന്താനത്തെ വിട്ടില്ല. നീ ഞങ്ങളുടെ ഒളി സങ്കേതം കണ്ടെത്തി. നീ ഇനി ഇത് ആരോടെങ്കിലും പോയി പറഞ്ഞാലോ, അതിനാൽ നിന്നെ ഞങ്ങൾ വിടുന്നില്ല എന്ന് പറഞ്ഞു പൂന്താനത്തെ ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൈ രണ്ടും മുറുകെ പിടിച്ചു. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴാണ് പൂന്താനം ഉറക്കെ എന്റെ ഗുരുവായൂരപ്പ എന്ന് നീട്ടി വിളിക്കുന്നു. പെട്ടെന്ന് എവിടുന്നോ ഒരു കുതിരക്കുളമ്പ് അടിയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു പടനായകന്റെ വേഷവിധാനത്തിൽ ഒരാൾ എത്തി. ചാട്ടവാർ കൊണ്ട് ആ കൊള്ളക്കാരെ മൊത്തം അടിച്ച് നിലം പരിശാക്കി. അടികൊണ്ട് കൊള്ളക്കാർ ഓടി. ഇത് കണ്ട് പൂന്താനത്തിന് സന്തോഷമായി. തന്നെ രക്ഷിച്ചതിന് പൂന്താനം നന്ദി പറഞ്ഞു. അതെല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോടെ പോകുവാൻ തയ്യാറാവുന്ന യോദ്ധാവിനോട് അങ്ങ് ആരാണ്, പേര് പറയാമോ എന്ന് പൂന്താനം ചോദിച്ചു. പൂന്താനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി യോദ്ധാവ് പറഞ്ഞു, ഞാൻ സാമൂതിരി രാജാവിന്റെ പടത്തലവനായിട്ടുള്ള മങ്ങാട്ടച്ചനാണ്. ഈ വഴി പോകുമ്പോൾ അങ്ങയുടെ നിലവിളി കേട്ടു, അങ്ങനെ ഞാൻ ഓടി വന്നതാണ് എന്ന് പറഞ്ഞു. പോകുവാൻ നേരം പൂന്താനം തന്നെ രക്ഷിച്ചതിന് പാരിതോഷികമായി ഒരു മോതിരം നൽകി. വാങ്ങാൻ മടിച്ച മങ്ങാട്ടച്ചൻ ഒടുവിൽ പൂന്താനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മോതിരം വാങ്ങി മങ്ങാട്ടച്ചൻ യാത്രയായി. അങ്ങനെ പൂന്താനം വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവസാനം ക്ഷേത്രത്തിൽ എത്തി. അങ്ങനെ എല്ലാം മറന്ന് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ തൊഴുത്തു നിൽക്കുമ്പോൾ മേൽശാന്തി അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. പൂന്താനത്തിന് തരുവാനായി എന്റെ അടുത്ത് ഒരു സാധനം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഭഗവാൻ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നാളെ തിരുമേനി ക്ഷേത്ര നട തുറക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടാകും. അത് എടുത്ത് പൂന്താനം വരുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കണം. രാവിലെ നട തുറന്നപ്പോൾ സ്വപ്നത്തിൽ കണ്ട പോലെ ഭഗവാന്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു. ഞാൻ അത് പൂന്താനത്തിന്റെ വേണ്ടി എടുത്തു വച്ചു. അതാണ് ഇത്. അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് മങ്ങാട്ടച്ചനായി വന്നത് വേറെ ആരുമല്ല ഗുരുവായൂരപ്പനായിരുന്നു എന്ന്.